ഈ തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുന്നിച്ചേർത്തിരിക്കുകയാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ അതിന്റെ സാന്നിധ്യമറിയിക്കാൻ ആ പാർട്ടിക്കായി. മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് മാത്രമല്ല, ലീഗിനോട് ചേർന്നു നിന്നിരുന്നവരിൽ നിന്നു തന്നെ കടുത്ത എതിർപ്പ് അതിന് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് എന്നത് ശ്രദ്ധേയമാണ്. ലീഗിനെ തകർത്തെറിയാൻ പാണക്കാട് കുടുംബത്തെ തന്നെ അധിക്ഷേപിക്കാനും താറടിക്കാനും പണ്ഡിത വേഷത്തിൽ തന്നെ രംഗപ്രവേശം ചെയ്ത് ഉറഞ്ഞുതുള്ളി. പക്ഷേ കേരള സമൂഹം അത് ചെവിക്കൊണ്ടില്ല. ഒരു യഥാർത്ഥ മതേതര ജനാധിപത്യ പാർട്ടിയായി ലീഗിനെ അവർ അംഗീകരിച്ചു. ഉന്നത വിജയം നൽകി. പ്രതിപക്ഷത്തു ഇരിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും രൂപപ്പെട്ടത് എന്ന് മാത്രമല്ല, ലീഗിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ശത്രുക്കളും സംസ്ഥാനത്ത് ഉടനീളം നിലം പരിശായി. ലീഗ് യഥാർത്ഥത്തിൽ ഒരു ബസ് സ്റ്റോപ്പ് പോലെയാണ്. ബസ് കാത്തു നിൽക്കുന്നവർക്ക് മാത്രമല്ല അവിടെ കയറിയിരിക്കാനാകുക. മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ ആഗ്രഹിക്കുന്നവർക്കും അവിടെ കയറിയിരിക്കാമല്ലോ. ഇതുപോലെ മുസ്ലിം ലീഗിൽ മുസ്ലിംകൾക്ക് മാത്രമല്ല ഏത് വിഭാഗക്കാർക്കും അതിലിടമുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ആരെയും അത് അവഗണിക്കാറില്ല. അത് പേരുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൻ്റെ പാർട്ടിയാണെങ്കിലും പ്രവർത്തനം കൊണ്ട് എല്ലാവരുടെയും പാർട്ടിയാണ്. ഇന്ന് അതിൻ്റെ ടിക്കറ്റിൽ ജയിച്ചു കയറിയവർ മുസ്ലിംകൾ മാത്രമല്ല, ഇതര മതസ്ഥരുമുണ്ട്. അമുസ്ലിം പേരുള്ള ബസ്സിൽ എല്ലാ വിഭാഗം ജനങ്ങളും യാത്ര ചെയ്യുന്ന പോലെ അതിനെ വർഗീയ പാർട്ടിയാക്കി മുതലെടുപ്പിനിറങ്ങിയവർ ഇന്ന് പാതാളത്തിലാണെത്തിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തോട് ഉണർത്താനുള്ളത് ഇതാണ്: ലീഗ് മുസ്ലിംകളിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റേതല്ല എന്ന ശരിയായ നിലപാട് തുടരുക. എല്ലാ വിഭാഗം മുസ്ലിംകൾക്കും ഒന്നിച്ചു നിൽക്കാൻ ഈ സംഘടനയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പുറമേ നിന്ന് ലീഗിനെ നിയന്ത്രിക്കാൻ ഒരാളെയും അനുവദിക്കരുത്. ആരെന്ത് പറഞ്ഞാലും ലീഗിൻ്റെ നേതൃത്വത്തെ ഇന്ന് കേരള സമൂഹം വിലമതിക്കുന്നുണ്ട്. അത് അവർ വോട്ടിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന ധീരവും ഉദാത്തവുമായ നിലപാടിലൂടെ മുമ്പോട്ട് പോവുക. അതിലാണ് വിജയം കുടിയിരിക്കുന്നത്. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ.